ഹലോ ഗായ്സ്, കട്ടിപ്പറമ്പിൽ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ? എന്തായിരിക്കാം നിങ്ങളുടെയൊക്കെ മനസ്സിൽ? സത്യത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾക്ക് വേണ്ടിയാണ്. കാരണം നമ്മുടെ ജീവിതം, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉറപ്പായും നമ്മുടെ ജീവിതത്തെ കുറ്റപ്പെടുത്തുവാനും മോശം പറയുവാനും പരിഹസിക്കുവാനും ഒരുപാട് ജീവിതങ്ങൾ പുറത്തുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ പ്രശംസിക്കുവാനും പുകഴ്ത്തുവാനും ഓരോരോ ജീവിതങ്ങൾ വേറെയും ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, നമ്മളുടെ ബന്ധങ്ങളായിരിക്കാം, രക്തബന്ധങ്ങളായിരിക്കാം, നമ്മുടെ ശത്രുക്കളായിരിക്കാം. അതിൽ നമുക്ക് നല്ലതേത് ചീത്തതേത് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുമില്ല. കാരണം പുകഴ്ത്തുന്നവരാരും ചിലപ്പോൾ നല്ലവരായിരിക്കില്ല, മോശം പറയുന്നവരായിരിക്കും ചിലപ്പോൾ നല്ലവരായിരിക്കുക. എന്നിരുന്നാലും നമ്മുടെയൊക്കെ മനസ്സിൽ, മനുഷ്യ മനസ്സല്ലേ, മോശം പറയുമ്പോൾ ആ മോശം പറയുന്നത് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യും. പക്ഷേ സത്യത്തിൽ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ മോശം പറയുമ്പോൾ അവർ ആ പറയുന്ന മോശത്തിൽ നമ്മൾ സ്വയമേ ഒന്ന് ചിന്തിക്കുക. നമ്മളിൽ അങ്ങനെ ഒരു മോശ സംഭവമുണ്ടോ, സ്വഭാവമുണ്ടോ, അല്ലെങ്കിൽ മോശമായൊരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അത് തിരുത്തി ആ മോശം പറഞ്ഞവരെ കൊണ്ട് നല്ലത് പറയിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യവും. ജീവിതമെന്ന നമ്മുടെ യാത്രയിൽ സമയത്തിന് വിലയുള്ളതുപോലെ ജീവൻ്റെ വില നമ്മുടെ സമയത്തേക്കാൾ വിലപ്പെട്ടതാണെന്ന് നമ്മളൊരു നിമിഷം ഓർക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മുടെ മോശം പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ മോശം അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം താറുമാറായിട്ടായിരിക്കും കിടക്കുക. പക്ഷേ എല്ലാവരും പറയാറുണ്ട്, ദ ടൈം ഹാസ് ടു കം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ സമയം നമ്മളെ തേടിയെത്തും. പക്ഷേ ആ തേടിയെത്തേണ്ട സമയത്ത് നമ്മൾ നമ്മുടെ ഈ പ്രവൃത്തികളെല്ലാം ശരിയാക്കിയില്ലെങ്കിൽ ആ സമയം നമ്മളെ തേടിയെത്തുമ്പോൾ ആ സമയം കടന്നു പോയതുപോലെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം നമ്മൾ തേടിപ്പിടിക്കേണ്ട സമയത്ത് തന്നെ നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മുടെ ജോലികളുമെല്ലാം കൃത്യമായി ചെയ്യേണ്ടതുമുണ്ട്. ഓരോ ദിവസവും ഓരോ പുതിയ തുടക്കമാണ്. അപ്പോൾ കഴിഞ്ഞുപോയ ദിവസങ്ങളിലോ കഴിഞ്ഞുപോയ നാളുകളിലോ നമ്മൾ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് തിരുത്താനുണ്ടെങ്കിൽ പുതിയ ദിനം നമ്മളെ തേടിയെത്തുമ്പോൾ അതൊരു പുതിയ തുടക്കമായി കണ്ട് നമ്മൾ പുതിയൊരു മനുഷ്യനായി ജീവിച്ചു തുടങ്ങാനും നമ്മൾ ശ്രമിക്കണം. അപ്പോൾ മാത്രമേ നമ്മളെ തേടിയെത്തുന്ന സമയത്ത് നമ്മൾ പുതിയ മനുഷ്യനായി നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. കഴിഞ്ഞുപോയ കാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായ അവഗണനകളെ നിങ്ങൾ മുതൽക്കൂട്ടാക്കി മാറ്റി നാളെ ഈ ലോകത്തിൽ നിങ്ങൾക്കും അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുക, കാണിച്ചു കൊടുക്കുക. അപ്പോൾ മാത്രമേ നമ്മുടെ സമയത്തിനും നമ്മുടെ ജീവനുമൊക്കെ വിലയുണ്ടാവുകയുള്ളൂ. ഇന്നലെ നിന്നെക്കുറിച്ച് പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ നാളെ നിന്നെക്കുറിച്ച് നല്ലത് പറയുന്നത് ആളുകളാക്കി മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവർ ചിലപ്പോൾ പറഞ്ഞു നടന്നിട്ടുണ്ടാവാം, അവനെപ്പോലെ ആവരുത്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത്. നാളെ അവരെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നാളെ അപ്പോൾ അവർ മാറ്റി പറയുന്നത് ഇങ്ങനെയായിരിക്കാം. അവൻ വെട്ടിയ വഴിയിലൂടെ നിങ്ങളും പോവുക. കാരണം തെറ്റുകൾ തിരുത്തി മുന്നേറിയവനാണ് അവൻ. സമയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും വില മനസ്സിലാക്കി മനുഷ്യരിലുണ്ടാകുന്ന കുറവുകളും തെറ്റുകളും എല്ലാം മനസ്സിലാക്കി തിരുത്തി സ്വയമേ പുതിയ മനുഷ്യനായി, പുതിയ തുടക്കവുമായി, പുതിയൊരു ജീവിതവുമായി മുന്നേറുമ്പോഴാണ് ഞാൻ എന്ന മനുഷ്യനിൽ തന്നെ പൂർണ്ണതയുണ്ടാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും എന്തെങ്കിലുമുള്ള ഒരു പുതിയ ചിന്തകളുമായി ഞാൻ അടുത്ത വീഡിയോയുമായി വരാം. എൻ്റെ ഈ ചെറിയ ചിന്തയും ചെറിയ വാക്കുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷകരമായിട്ടിരിക്കുക. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നാളത്തെ ദിനം പുതിയൊരു തുടക്കമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട്